ഭാരതപ്പുഴയുടെ ഓളങ്ങളെ തട്ടിത്തലോടിയെത്തുന്ന പാലക്കാടൻ കാറ്റിൽ സുന്ദരിയായ പാലക്കാടിൻ്റെ മണവാട്ടി മാത്തൂർ എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ കിഴക്ക് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വിജ്ഞാനത്തിൻ്റെ വിളക്കുമാടമാണ് ALPS മാത്തൂർ ഈസ്റ്റ്. കിഴക്കേത്തറ കാളികാവ് ഭഗവതി ക്ഷേത്രത്തിനു സമീപം കാർഷിക ഗ്രാമമായ മാത്തൂരിൻ്റെ വൈജ്ഞാനിക പുരോഗതി ലക്ഷ്യം വെച്ച് 1928 രാമൻകുട്ടി നായർ എന്ന പുണ്യാത്മാവും അദ്ദേഹത്തിൻ്റെ ഭാര്യ പാഞ്ചാലിയമ്മയും നിർമ്മിച്ച വിദ്യാലയം 91ാം പിറന്നാളിൻ്റെ പ്രൗഢിയിലും നിറവിലുമാണിന്ന്. ദേശത്തിൻ്റെ ആയിരങ്ങൾക്ക് അറിവിൻ്റെ അക്ഷയഖനി തുറന്നുകൊടുത്ത ALPS മാത്തൂർ ഈസ്റ്റ് ഓലപ്പുരയിൽ തുടങ്ങി 2016 വരെ പ്രവർത്തിച്ചത് ഈ കെട്ടിടത്തിലാണ്. അക്ഷരജ്ഞാനവും അക്കാദമിക മികവും മാത്രമല്ല പൊതുവിദ്യാലയങ്ങൾ നാടിന് സംഭാവന ചെയ്യേണ്ടത്. ജനാധിപത്യത്തിൻ്റെ അനുഭവക്കൂടും മതേതരത്വത്തിൻ്റെ പരിചയക്കളരിയും മണ്ണിനെയും മനുഷ്യനെയും തിരിച്ചറിയാനുള്ള മാനവികതയുടെ ജീവനുള്ള പൊതു ഇടവുമാവണം പൊതുവിദ്യാലയമെന്ന ബോധ്യമാണ് TK ദാസൻ എന്ന സ്കൂൾ മാനേജറെ 2016 ഈ വിദ്യാലയം ഏറ്റെടുക്കാൻ പ്രചോദിപ്പിച്ചത്. നമസ്കാരം, ഞാൻ ALP സ്കൂൾ മാത്തൂർ കിഴക്കേത്തറയുടെ മാനേജറാണ്. എൻ്റെ പേര് TK ദാസൻ എന്നാണ്. ഈ വിദ്യാലയം ഏറ്റെടുക്കുന്ന സമയത്ത് ഏതാണ്ട് 50 കുട്ടികളോളം മാത്രമുള്ള ഒരു വിദ്യാലയമായിരുന്നു. ഇന്ന് ഈ വിദ്യാലയത്തിൽ ഏതാണ്ട് 230-240 കുട്ടികളുടെ ഇടയിലുള്ള സംഖ്യയുണ്ട്. ഈ വിദ്യാലയത്തിൽ സാധാരണക്കാരായിട്ടുള്ള രക്ഷിതാക്കളുടെ മക്കളാണ് പഠിക്കാൻ വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ദേശത്തിൻ്റെ മുഴുവൻ കുട്ടികൾക്കും ഒരു ഹൈടെക് സ്കൂളിൻ്റെ ഒരു വിദ്യാലയത്തിൻ്റെ ഒരു അനുഭൂതി ഉണർത്തി കൊടുക്കുക, അതിലുപരിയായി എല്ലാ മേഖലകളിലും ഉള്ള കുട്ടികളെ വാർത്തെടുക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടം ഇവിടെ വെച്ച് തുടങ്ങുക എന്നുള്ള ദൗത്യമാണ് ഞാൻ ചെയ്യുന്നത്. ഈ വിദ്യാലയത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠത, ഈ വിദ്യാലയത്തിൽ പഠിപ്പിക്കുവാൻ മനസ്സുള്ള ഒരുപാട് അധ്യാപകന്മാരുണ്ട്. അവരുടെ കൂട്ടായ്മയുണ്ട്, നല്ലൊരു PTA ഉണ്ട്. എൻ്റെ സഹോദര സ്ഥാപനമായിട്ടുള്ള AUP സ്കൂൾ ചെങ്ങണിയൂർ ഏതാണ്ട് ഈ വിദ്യാലയത്തിൻ്റെ 2 കിലോമീറ്റർ ദൂരത്ത് മാറി കാലങ്ങളോളം ആയി വളരെ നല്ല ഒരു സരസ്വതി ക്ഷേത്രമായിട്ട് അതിരിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം LKG തൊട്ട് 8ാം ക്ലാസ് വരയ്ക്കും ഈ കുട്ടികളെ മുഴുവനും നല്ലൊരു പ്രായത്തിൽ, ഒന്നും അറിയാത്ത ഒരു പ്രായത്തിൽ വന്നു കഴിഞ്ഞ് ആ കുട്ടികളെ മിടുക്കന്മാരാക്കി മാറ്റുവാൻ എന്നെക്കൊണ്ട് കഴിയും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതിലുപരിയായി എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകന്മാർ, ഈ ദേശക്കാർ തുടങ്ങി എല്ലാവരുടെയും സഹകരണം എന്നിലുണ്ട്. ഈ വിദ്യാലയം ഈ നാട്ടിൻ്റെയാണ്, ഈ ദേശത്തിൻ്റെയാണ്. ഇതിനെ സ്നേഹിക്കുക, ഇതിനെ വളർത്തിയെടുക്കുക. അതിൽ എന്തെങ്കിലും പോരായ്മകളോ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അതിനെ തിരുത്താനുള്ള അവസരവും തീർച്ചയായും മാനേജ്മെൻറ്റ് ആലോചിക്കുന്നതായിരിക്കും. ജയ് ഹിന്ദ്. 2018 ഫെബ്രുവരി 11 മാത്തൂർ എന്ന കൊച്ചുഗ്രാമം അതിൻ്റെ വൈജ്ഞാനിക ചരിത്ര താളുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട പുണ്യനാൾ. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥിൻ്റെ അനുഗ്രഹീത കരങ്ങളാൽ വിദ്യാലയത്തിൻ്റെ സുന്ദരസൗധം ദേശത്തിന് സമർപ്പിക്കപ്പെടുന്നു. 50 കുട്ടികളുമായി അൺഎക്കണോമിക് ഭീഷണിയെ നേരിട്ട വിദ്യാലയത്തിൽ ഒരു വർഷം കൊണ്ട് 200ഓളം വിദ്യാർത്ഥികൾ പ്രവേശനം നേടിക്കഴിഞ്ഞു. 10 അധ്യാപകരും 4 മറ്റ് ജീവനക്കാരുമുള്ള വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപിക V. ദീപ ടീച്ചറാണ്. ഞാൻ ദീപ, ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയാണ്. 27 വർഷമായി ഞാൻ സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നു. HM ആയിട്ട് 25 വർഷമായി. ശ്രീ TK ദാസൻ സാർ ഏറ്റെടുത്തതിന് ശേഷം ഈ സ്കൂളിന് പുതിയ കെട്ടിടവും ഈ കാണുന്ന എല്ലാ ഭൗതിക സാഹചര്യങ്ങളും അദ്ദേഹം ഞങ്ങൾക്കായി ഒരുക്കി തന്നു.
ഇപ്പോൾ 50 കുട്ടികളിൽ നിന്നും 200ഓളം കുട്ടികളായി പുരോഗതിയിലേക്ക് വരുന്നതാണ് നമ്മുടെ സ്കൂൾ. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരും രക്ഷിതാക്കളുടെയും മാനേജറുടെയും പിന്തുണയോടുകൂടി നല്ല ഒരു വിദ്യാലയമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. ഈ സ്കൂളിൽ മാനേജറുടെ വകയായി ആഴ്ചയിൽ 2 ദിവസം ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ തന്നെ പച്ചക്കറിത്തോട്ടം, ജൈവവൈവിധ്യ പാർക്ക്, കുട്ടികൾക്ക് പാഠ്യേതര വിഷയങ്ങളിലുള്ള പരിശീലനം, കരാട്ടെ പരിശീലനം, ഡാൻസ്, സംഗീതം, യോഗ, അങ്ങനെ എല്ലാ വിധത്തിലുള്ള പുരോഗമനത്തിനും മാനേജർ സ്കൂളിന് വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നു. മാനേജർ ദാസൻ സാർ നിർമ്മിച്ച നയനമനോഹരവും പ്രകൃതിരമണീയവുമായ പള്ളിക്കൂടത്തിൻ്റെ കെട്ടിലും മട്ടിലുമുള്ള സൗകര്യവും സൗന്ദര്യവും ദേശത്തിൻ്റെ സാധാരണക്കാരായ കുഞ്ഞുമക്കളുടെ അപ്രാപ്യമായ സ്വപ്നങ്ങൾക്കുമേൽ പ്രതീക്ഷയുടെ പുതുചിറകുകൾ തുന്നിച്ചേർക്കുകയാണ്. മനോസമ്മർദ്ദത്തിൻ്റെ പ്രഷർ കുക്കറുകളായി ക്ലാസ് മുറികളിൽ തളയ്ക്കപ്പെട്ട ബാല്യത്തിൻ്റെ നൊമ്പരമല്ല ALPS മാത്തൂർ ഈസ്റ്റിൻ്റെ ചുമരുകൾക്ക് പറയാനുള്ളത്. കഥ പറയുന്ന ക്ലാസ് മുറികളും കവിതയൊഴുകുന്ന വരാന്തകളും വായനയുടെ അനന്തവിഹായസിലേക്ക് നേർവെളിച്ചമായി ക്ലാസ് ലൈബ്രറികളും വായനാമൂലകളും പത്രവായനാ സംസ്കാരവും പാഠ്യവിഷയങ്ങളെ പുസ്തകത്താളുകൾക്കപ്പുറമുള്ള വിസ്മയ ലോകത്ത് നിന്ന് കണ്ടും കേട്ടും കളിച്ചും ചിരിച്ചും അറിയാനും അനുഭവിക്കാനുമുള്ള നൂതനമായ കമ്പ്യൂട്ടർ ലാബും സ്മാർട്ട് ക്ലാസ് റൂമും മൾട്ടിമീഡിയ തിയേറ്ററും ഈ വിദ്യാലയത്തിൻ്റെ മാത്രം സ്വകാര്യ അഹങ്കാരമാണ്. പഠന മികവുകൾ പരിപൂർണമാവുന്നത് പഠിതാവിൻ്റെ മാനസിക സന്തോഷവും ശാരീരിക ആരോഗ്യവും കൂടി പരിഗണിക്കപ്പെടുമ്പോഴാണ്. കുഞ്ഞുമക്കൾ പൂക്കളോടൊപ്പം കളിച്ചും കഥ പറഞ്ഞും ചിത്രശലഭങ്ങളോടൊപ്പം ഓടിയും കളിയുപകരണങ്ങളിൽ കയറിയിറങ്ങിയും ചേർന്നിരുന്ന് ഊഞ്ഞാലാടിയും സൈക്കിൾ ചവിട്ടിയും വിദ്യാലയത്തിൻ്റെ ഓരോ മണൽത്തരിയിലും പുൽനാമ്പുകളിലും തങ്ങളുടെ അനുഗ്രഹീത ബാല്യം ആസ്വദിക്കുകയാണ്, കൊത്തിവെക്കുകയാണ്. കൂട്ടായി, കൂട്ടുകാരായി, വാത്സല്യത്തണലായി കൂടെ അധ്യാപികമാരും ചേരുമ്പോൾ ALPS മാത്തൂർ ഈസ്റ്റ് മാതൃത്വത്തിൻ്റെ മടിത്തട്ടായി മാറുകയാണ്. പൊൻകതിർപ്പാടങ്ങളും വിളഞ്ഞു നിൽക്കുന്ന കാബേജും വഴുതിനയും മത്തനും മുരിങ്ങയും കുലച്ചു നിൽക്കുന്ന വാഴയും കുരുന്നു കൈക്കുമ്പിളിലൂടെ ഒഴുകിയെത്തിയ വെള്ളത്തിൻ്റെയും ജൈവവളത്തിൻ്റെയും മുളയും വിളയുമാണെന്നറിയുമ്പോൾ നമുക്കഭിമാനം തോന്നും. ജൈവ പച്ചക്കറിത്തോട്ടത്തിലെ പച്ചക്കറികൾ മറ്റേതു വിദ്യാലയത്തിലുമില്ലാത്ത പ്രഭാത ഭക്ഷണത്തിനും ഉച്ചഭക്ഷണത്തിനും കറിക്കൂട്ടാവുമ്പോൾ മക്കളുടെ ആരോഗ്യം ഈ വിദ്യാലയത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാവുകയാണ്. ആവി പറക്കുന്ന ഇഡ്ഡലിയും ഉപ്പുമാവും അപ്പവുമൊക്കെ പ്രഭാത ഭക്ഷണമായി സുന്ദരമായ ഈ ഡൈനിങ് ഹാളിൽ വിളമ്പുമ്പോൾ വിദ്യാലയം കേരളീയ പൊതുവിദ്യാലയങ്ങൾക്ക് പലതരത്തിലും മാതൃകയാവുകയാണ്. കലാലയം അർത്ഥപൂർണമാവുന്നത് വിവിധ കലകളുടെ കേന്ദ്രം കൂടിയാവുമ്പോഴാണ്. നൃത്ത പരിശീലനം, സംഗീത പരിശീലനം, അന്യം നിന്നുപോകുന്ന പാരമ്പര്യ കലകളായ കണ്ണിയാർകളി, ഓട്ടൻതുള്ളൽ, കഥകളി, നാടക പരിശീലനം, കരാട്ടെ, യോഗ, സ്കോളർഷിപ്പ് പരിശീലനങ്ങൾ, സ്പോക്കൺ ഇംഗ്ലീഷ് മുതൽ അറബി ഭാഷാ പഠനം വരെയുള്ള അക്കാദമികേതര പരിശീലനങ്ങളുടെ പറുദീസയാണ് ALPS മാത്തൂർ ഈസ്റ്റ്. വിദ്യാലയത്തിൻ്റെ മാർഗദർശിയായി, രക്ഷിതാവായി എന്നും കൂടെയുള്ള മാനേജർ TK ദാസൻ സാർ ഏർപ്പെടുത്തിയ മിടുക്കർക്കുള്ള സ്വർണ്ണനാണയങ്ങളും സമ്മാനങ്ങളും വാഹന സൗകര്യവും വിദ്യാലയത്തിൻ്റെ അഭൂതപൂർവമായ വളർച്ചയ്ക്ക് മിഴിവേകുകയാണ്. പ്രീ പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം കുട്ടികളുടെ കലാമേളയും വാർഷികവും നാടിൻ്റെ തന്നെ ആഘോഷമാണ്. അക്ഷീണ പ്രവർത്തനസജ്ജരായ അധ്യാപകരും പ്രോത്സാഹനവും പിന്തുണയുമായി പഞ്ചായത്തും ഭരണസമിതിയും നിസ്വാർത്ഥരും നല്ലവരുമായ PTA-യും നാട്ടുകാരും കൂടെയുള്ളപ്പോൾ വിദ്യാലയത്തിൻ്റെ വളർച്ച നാൾക്കുനാൾ കുതിച്ചുയരുകയാണ്. നമസ്കാരം. ഞാൻ ഈ സ്കൂളിൽ 2-3 വർഷമായി
PTA പ്രസിഡന്റ് എന്ന സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കുട്ടികളെ നമ്മുടെ പാലക്കാട് ജില്ലയിലെ തന്നെ നല്ലൊരു സ്കൂളാക്കി മാറ്റുവാനും അതിൻ്റെ പഠന നിലവാരം ഉയർത്തിപ്പിടിക്കാനും എന്നോടൊപ്പം രക്ഷിതാക്കളും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും ഒരുമിച്ച് കൈകോർക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞങ്ങൾ പൂർണ്ണ സന്തുഷ്ടരാണ്. കാരണം ഞങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ ഈ കൊച്ചു സ്കൂളിൽ നമ്മുടെ മക്കൾ നേടിയെടുക്കുകയാണ്. അതിന് സഹകരിക്കുന്ന ടീച്ചേഴ്സിനും മാനേജ്മെൻറ്റിനും എൻ്റെ കൂടെയുള്ള എല്ലാ രക്ഷിതാക്കളും നിൽക്കുന്നുമുണ്ട്. നല്ല രീതിയിൽ നല്ലപോലെ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. എല്ലാ പിന്തുണയും മാത്തൂർ പഞ്ചായത്തിൻ്റെയും പ്രത്യേക ഒരു ഇത് ഈ സ്കൂളിലുണ്ട്. ഭാരതത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളെ കരുത്തും കാമ്പുമുള്ളവരായി വാർത്തെടുക്കുന്നതിൽ ALPS മാത്തൂർ ഈസ്റ്റിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്.